നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുവരെ കണ്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹമടക്കം ഒരുപക്ഷെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത്. അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല, കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും ഇനി ഉണ്ടാകുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം തന്നെ അനിവാര്യമെന്ന കാര്യം ആവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം. ഒരു SIT അന്വേഷണം കൊണ്ട് മാത്രം എല്ലാ സത്യവും പുറത്തു വരില്ല. കേവലം 4.5 കിലോ സ്വർണത്തിൽ ഒതുങ്ങുന്നതല്ല ശബരിമല കൊള്ള, മറിച്ച് 18ാം പടി പോലും കൊള്ളയടിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആക്ഷേപം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഇടതുമുന്നണിയുടെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്ക് വിറ്റെന്നുള്ളത് അന്വേഷണത്തിലൂടെ തന്നെ മനസ്സിലാകുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മുൻപുണ്ടായിരുന്ന വേദന 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കൊള്ള 4.5 കിലോ സ്വർണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇടതുമുന്നണിയുടെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്ക് വിറ്റെന്നാണ് അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് മറ്റൊന്നാണ്. 2015 UDF ഭരണകാലത്ത് പുതുക്കിപ്പണിത പുണ്യമായ 18ാം പടിയുടെ ഭാഗങ്ങൾ പോലും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ വാസുവിനെയോ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം നീതി നടപ്പാവില്ല. കോൺഗ്രസ് UDF ഭരണകാലത്തെ തുടക്കമിട്ട CPM LDF ഭരണത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്ത വലിയൊരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഇത് വെറും കൊള്ള മാത്രമല്ല, ഇത് ഈശ്വരനിന്ദയാണ്. സ്വാമി അയ്യപ്പനോടും എന്നെപ്പോലുള്ള ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരോടുമുള്ള വഞ്ചനയാണ്. ഒരു SIT അന്വേഷണം കൊണ്ട് മാത്രം എല്ലാ സത്യവും പുറത്തു വരില്ല. അതിന് CBI അന്വേഷണം തന്നെ അനിവാര്യമാണ്. ഒരു കാര്യം എന്തു വന്നാലും മറക്കരുത്: ഈ നാണംകെട്ട അഴിമതിയെ ഒരു പിഴവ് മാത്രമായി ചിത്രീകരിച്ച് മറച്ചുവെക്കാനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം ശ്രമിച്ചത്. അയ്യപ്പ ഭക്തർക്ക് ഞങ്ങൾ നീതി ഉറപ്പാക്കും, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നേരത്തെ തന്നെ CBI അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ നിർണായകമായ ചില വിവരങ്ങൾ, അതായത് തന്ത്രിയടക്കം ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി തന്നെയാണ് മൊഴിയെടുക്കുന്നത്. അതിനുശേഷം പ്രതിയോ സാക്ഷിയോ ആക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. നിലവിൽ സാക്ഷിയായിട്ടാണെങ്കിൽ അത് പ്രതിസ്ഥാനത്തേക്ക് മാറാൻ തന്ത്രി നൽകുന്ന മൊഴി അനുസരിച്ചായിരിക്കും, ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നതനുസരിച്ചായിരിക്കും അന്വേഷണ സംഘം കടക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിലാണ് വിറ്റതെന്ന് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പോറ്റി ഇടനിലക്കാരായ കൽപേഷ് വഴിയാണ് ഈ വിൽപ്പന നടന്നത്. ജ്വല്ലറിയിൽ നിന്നും ഈ സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തല നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയത്. അതായത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ വിപുലീകരിച്ച് പ്രധാനപ്പെട്ട ഒരാളുടെ പേരടക്കം പുറത്തു വന്നിരിക്കുന്നു. അത് ശരിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിദേശ വ്യവസായി ചെന്നിത്തലയോട് വെളിപ്പെടുത്തിയ D മണി എന്ന വ്യക്തിയെ കണ്ടെത്താൻ SIT സംഘം തിരച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. വിവാദമായി ഈ പേരാണ് കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കൂടുതൽ വിവരശേഖരണത്തിനായി SIT പ്രത്യേക സ്ക്വാഡിനെ തന്നെ രൂപപ്പെടുത്തി ചെന്നൈയിലേക്ക് എത്തിച്ച് അന്വേഷണം നടത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ചെന്നൈ നഗരം കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം പ്രവർത്തിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായി കിട്ടുന്ന വിവരങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ച് അത് കൃത്യമായി പരിശോധിച്ച് അത് ഈ കേസുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നുള്ളതാണ് SIT നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൈമാറിയ രഹസ്യ വിവരങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന ഉന്നത IPS ഉദ്യോഗസ്ഥർ ഈ കേസിൽ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. കൂടുതൽ ഇനി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പേരടക്കം വെളിപ്പെടുത്തുമെന്ന ഭീഷണിയും VD സതീശൻ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉന്നത തലങ്ങളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലായിക്കോട്ടെ IPS തലങ്ങളിലായിക്കോട്ടെ ഇതിന് വലിയ ഭയചകിതരായി നിരവധി ആളുകൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് D മണി ആരെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരാളുണ്ടെന്ന് SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യവസായി കൊടുത്ത മൊഴിയിൽ സൂചിപ്പിച്ച ചെന്നൈ സ്വദേശിയായ D മണിയുടെ സംഘത്തിലുള്ളവരുമായി SIT ഉദ്യോഗസ്ഥർ തന്നെ ഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരശേഖരണത്തിനും തെളിവ് ശേഖരണത്തിനുമാണ് അന്വേഷണ സംഘം ചെന്നൈയിലെത്തിയത്.
ശബരിമലയിൽ നിന്നും 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും അത് ഡി മണി എന്ന ചെന്നൈ സ്വദേശി കൈപ്പറ്റിയെന്നുമാണ് ദുബായ് വ്യവസായി കൊടുത്ത മൊഴി. ദുബായിലെ ഈ വ്യവസായിക്ക് വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയാമെന്ന് ചെന്നിത്തല നേരത്തെ ആരോപിച്ചിരുന്നു. അതിനെ തുടർന്ന് ചെന്നിത്തലയുടെ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷമാണ് രേഖാമൂലം അറിയിച്ചതിനെ തുടർന്ന് SIT ഇദ്ദേഹത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ് കാര്യങ്ങളിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 2019, 2020 കാലഘട്ടത്തിലാണ് ഈ വിഗ്രഹങ്ങൾ കടത്തിയത്. ശബരിമലയുടെ തന്നെ ഭരണ ചുമതലയിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നതൻ ഇതിന് നേതൃത്വം നൽകിയെന്ന് വ്യവസായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു വലിയ കള്ളക്കടത്ത് സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളാണ് ഇതിന് ഇടനിലക്കാരനായി നിന്നത്. പോറ്റിയെ കൂടാതെ വലിയ വലിയ മീനുകൾ ഇതിന് പിന്നിലുണ്ട്. അതിനെ ഒന്നും തന്നെ കണ്ടെത്താൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹങ്ങൾക്കായിട്ടുള്ള പണം കൈമാറിയത്. അന്ന് ആ കൂട്ടത്തിൽ ഒരു മന്ത്രിതല വ്യക്തി കൂടി, ഉന്നതൻ കൂടി ഉണ്ടായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭരണരംഗത്തെ തന്നെ ഉന്നതനും മാത്രം പങ്കെടുത്തു. അതാരെന്നുള്ള വിശദമായ വിവരം SIT സംഘത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാകും. നിലവിൽ കിട്ടിയ ഈ മൊഴികൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി പരിശോധനകൾക്ക് ശേഷമായിരിക്കും അത് SIT വെളിപ്പെടുത്തുക. മണിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് പോറ്റി ആവർത്തിച്ചു പറയുന്നെങ്കിൽ പോലും ഇത് കണക്ട് ചെയ്യാനായി നിരവധി കാരണങ്ങളുണ്ട്. ഇനി ഡി മണി എന്ന് പറയുമ്പോൾ അതൊരു വിളിപ്പേരാണെന്നും ദാവൂദ് മണിയെന്നും ദുബായ് മണിയെന്നും ഒക്കെ തന്നെ ഇയാളെ അറിയപ്പെടാറുണ്ടെന്നും പലരും പറയുന്നു. വിഗ്രഹങ്ങളിങ്ങനെ വിറ്റഴിച്ചതിലൂടെ വൻ തുകയാണ് ശബരിമല ഭരണസമിതിയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതന് കിട്ടിയിട്ടുള്ളത്. ഇതും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഉന്നതനെ തന്നെയാണ് പത്മകുമാറും സംഘവും ഇതിനോടകം തന്നെ സംരക്ഷിച്ച് പിടിക്കുന്നത് എന്നുള്ള സംശയം SITക്ക് ബലപ്പെടുകയാണ്. വാസുവിനും അതുപോലെ തന്നെ പത്മകുമാറിനും പോറ്റിക്കും കൃത്യമായി ഡി മണിയും അതിന് മുകളിലെ ഉന്നതനെയും വ്യക്തമായി തന്നെ അറിയാം. ഡി മണിയുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ദുബായ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ വിഗ്രഹങ്ങൾ വാങ്ങിയ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പഞ്ചലോഹ വിഗ്രഹങ്ങൾക്ക് വേണ്ടി പണം കൈമാറിയെന്നും അതിനായി ഡി മണി തിരുവനന്തപുരത്തെത്തി. വിമാനമാർഗമായിരുന്നു എത്തിയത്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറെ നിർണായകമായ വിവരങ്ങൾ. ഈ വിവരങ്ങളെക്കുറിച്ച് നിലവിൽ കേരളത്തിലെ പോലീസ് സംഘം മാത്രമല്ല, കേന്ദ്ര ഏജൻസിയും ഗുരുതരമായി തന്നെ നോക്കിക്കാണുന്നു. അന്വേഷിക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യാനായി പോകുന്നത്. അതേസമയം 2019 ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും പ്രതിയാക്കുകയല്ലാതെ പോലീസിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. പ്രതിയാക്കുമെന്ന നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ആ മൊഴിയാണ് വിനയായി മാറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുക്കും. A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ കൂടിയായിരുന്നു ഇരുവർ. 3-അംഗ ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനത്തിന് തന്നെ മാത്രം പ്രതിയാക്കുന്നതൊട്ടും നീതീകരിക്കാൻ കഴിയില്ല എന്നാണ് പത്മകുമാർ വാദം ഉന്നയിച്ചത്. ബോർഡ് തീരുമാനത്തിൽ ഇരുവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. ഹൈക്കോടതിയുടെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പ്രതിയാക്കാതെ ഇനി മറ്റു വഴിയില്ല എന്നാണ് നിയമോപദേശം കിട്ടിയിരിക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ ചർച്ച നടത്തിയപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലെത്തിയപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 അംഗങ്ങളും തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നാണ് പത്മകുമാർ മൊഴി കൊടുത്തത്. ഈ സാഹചര്യത്തിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേക അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കേസിൽ അറസ്റ്റ് ഭയന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലും ശങ്കരദാസ് ഹർജി കൊടുത്തു. വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന ഹൈക്കോടതി നേരത്തെ തന്നെ എടുത്തുകാട്ടിയിരുന്നു. ശക്തമായി തന്നെ അന്വേഷണ സംഘത്തെ വിമർശിച്ചിരുന്നു. ഇതിനെതിരെ എന്താണ് നടപടി സ്വീകരിക്കാത്തത്, എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നടക്കം ഹൈക്കോടതി ചോദിച്ചിരുന്നു. ശങ്കരദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം നീളാത്തതിനെക്കുറിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചത്. കോടതിയുടെ ഈ വിമർശന ശരങ്ങൾക്ക് പിന്നാലെ തങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ഇരുവർക്കും ഉറപ്പായി. ഇരു നേതാക്കളും കോടതിയെ സമീപിച്ചു. കട്ടളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി 8-ാം പ്രതിയാണ്. കട്ടളപ്പാളികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റെയും അംഗങ്ങളുടെയും അറിവോടെ പുറത്തു കൊണ്ടുപോയെന്ന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിലും പരാമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോർഡ് അംഗങ്ങൾ എല്ലാവരും കൂട്ടുത്തരവാദിത്തമുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2 പേരെ മാത്രം സംരക്ഷിക്കുന്നു? 2019 മെയ് 18 കട്ടളപ്പാളികൾ അഴിച്ച് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.